അബ്ദുൽ കലാമിന് മുമ്പ് ഇന്ത്യക്കാരെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ധീരൻ. ഞാൻ വളരുമ്പോൾ ഇന്ത്യയും വളരും എന്ന് ഇന്ത്യക്കാരെ വിശ്വസിപ്പിച്ച ബിസിനസ്മാൻ. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയോളം വരുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ അതായിരുന്നു ധീരുഭായ് അംബാനി എന്ന സ്വപ്നങ്ങളുടെ മൊത്ത വ്യാപാരി. ഒരു പെട്രോൾ പമ്പിലെ സാധാ കണക്കെഴുത്തുകാരൻ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറിയുടെ ഉടമയായി മാറിയത് ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ്. ഏത് കാര്യത്തിലും ആരും കാണാത്ത ലാഭം, അതായിരുന്നു ധീരുഭായ്. നമ്മൾ കാണുന്നത് തന്നെയാണ് അംബാനിയും കാണുന്നത്. എന്നാൽ ചിന്തിക്കുന്നതോ മറ്റാരും ചിന്തിക്കാത്ത വിധത്തിലും. ഏത് സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഴിവും ഇച്ഛാശക്തിയുമാണ് 10,000 രൂപയുടെ സ്റ്റാർട്ടപ്പിൽ നിന്നും റിലയൻസിനെ 11,66,000 കോടി രൂപയുടെ ആസ്തിയിലേക്ക് എത്തിച്ചത്. സ്വപ്നങ്ങളുടെ വ്യാപാരിയായി ചരിത്രം രേഖപ്പെടുത്തിയ ധീരുഭായ് അംബാനി ജനിച്ചത് 1932 ഡിസംബർ 28 ഗുജറാത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. തൻ്റെ 17-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് യമനിലെ ഒരു പെട്രോൾ പമ്പിൽ ജോലി തുടങ്ങിയ അദ്ദേഹം യമനിലെ $1 റിയാൽ നാണയം ഉരുക്കി വിറ്റാൽ കറൻസിയുടെ ഒറിജിനൽ വാല്യൂവിനേക്കാൾ മൂല്യം കിട്ടുമെന്ന് മനസ്സിലാക്കുകയും ഇല്ലീഗലായ ഈ ബിസിനസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. യമനിലെ ജോലി മതിയാക്കി 9 വർഷങ്ങളിലായി അവിടെ നിന്ന് സമ്പാദിച്ച 10,000 രൂപയുമായി സ്വപ്നങ്ങളുടെ നഗരമായ മുംബൈയിലേക്ക് മടങ്ങി. മുംബൈയിലെത്തിയ ആ 26-കാരൻ തൻ്റെ കസിനായ ചമ്പക്ലാൽ ദമാനിയുമായി പാർട്ണർഷിപ്പിൽ ഒരു കമ്പനി തുടങ്ങി. അതായിരുന്നു 1958 സ്റ്റാർട്ട് ചെയ്ത റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ. ഇന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ യമനിലേക്ക് കയറ്റുമതിയും അവിടെ നിന്ന് നൈലോണിൻ്റെയും റയോൺസിൻ്റെയും ഇറക്കുമതിയുമായിരുന്നു ഈ കമ്പനി ചെയ്തിരുന്നത്. 350 സ്ക്വയർ ഫീറ്റ് റൂമായിരുന്നു കമ്പനിയുടെ ഓഫീസ്. മുംബൈയിലെ 2 മുറി ഫ്ലാറ്റിലായിരുന്നു 6 അംഗ കുടുംബം താമസിച്ചിരുന്നത്. കമ്പനി നല്ല രീതിയിൽ പോകുന്നതിനിടയിൽ ആശയപരമായ എതിർപ്പുകൾ ഉണ്ടാവുകയും 1965 പാർട്ണർഷിപ്പ് പിരിയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം 1966 70 തൊഴിലാളികളുമായി ഒരു സ്പിന്നിംഗ് മിൽ തുടങ്ങി. ഇതായിരുന്നു റിലയൻസ് ടെക്സ്റ്റൈൽസ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. ഹൈ ക്വാളിറ്റി ഡ്രസ് മെറ്റീരിയൽസ് അഫോർഡബിൾ പ്രൈസിൽ നേരിട്ട് മാർക്കറ്റിലെത്തിച്ചു. അത് ഇന്ത്യ മുഴുവൻ പടർന്നു. അതാണ് ഒള്ളി വിമൽ എന്ന ടെക്സ്റ്റൈൽ ബ്രാൻഡ്. ചെറിയൊരു മാർജിനിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചത്. ഇന്ത്യ ഒട്ടാകെ ക്വാളിറ്റി തുണിത്തരങ്ങളുടെ പേര് വിമൽ എന്നായിരുന്നു. 10 വർഷം കൊണ്ട് 600% വളർച്ച. ഇതിനിടയിൽ അദ്ദേഹം കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയും 1975 വേൾഡ് ബാങ്കിൻ്റെ പ്രശംസ റിലയൻസിന് നേടിയെടുക്കാനുമായി. 1977 അദ്ദേഹം കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. പിന്നീടുള്ള വർഷങ്ങൾ റിലയൻസിൻ്റേതായിരുന്നു. ഷെയർ മാർക്കറ്റ് എന്ന പേര് ഇന്ത്യയിൽ ഒട്ടും പോപ്പുലർ അല്ലാതിരുന്ന സമയത്താണ് അദ്ദേഹം ഷെയർ മാർക്കറ്റ് എന്ന കൺസെപ്റ്റ് ഡെമോക്രൈസ് ചെയ്തത്. 1980 തൻ്റെ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ട് പോളിസ്റ്റർ ഫിലമെൻ്റ് യാൺ എന്ന പ്ലാന്റ് സ്ഥാപിച്ചു. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ പ്ലാന്റുകളിൽ ഒന്നാണ്. 1986 ഫിനാൻഷ്യൽ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവിഷൻ കൂടി അദ്ദേഹം സ്ഥാപിച്ചു. ഇതാണ് റിലയൻസ് ക്യാപിറ്റൽ. ഈ കാലയളവിലാണ് റിലയൻസ് പോളിസ്റ്റർ ബിസിനസ് ലോകത്തിലെ നമ്പർ 1 ആകുന്നത്. 1986 തൻ്റെ മക്കളായ അനിലിനെയും മുകേഷിനെയും ധീരുഭായ് ബിസിനസ്സിലേക്ക് ഇറക്കുന്നത്. ആ വർഷമുണ്ടായ സ്ട്രോക്കിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ പാരലൈസ്ഡ് ആവുകയും അദ്ദേഹം കുറച്ചൊന്ന് ഉൾവലിയുകയും ചെയ്തു. എന്നാൽ മുകേഷും അനിലും കൂടി അതിശക്തമായി തന്നെ റിലയൻസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അവർ വെസ്റ്റേൺ ടെക്നോളജികളെല്ലാം ബിസിനസ്സിൽ അപ്ലൈ ചെയ്തു. 1991 മൻമോഹൻ സിംഗിൻ്റെ ഉദാരവൽക്കരണം മുതലെടുത്തുകൊണ്ട് പെട്രോകെമിക്കൽ ബിസിനസ്സിലേക്ക് അദ്ദേഹം എൻട്രി ചെയ്തു. റിലയൻസ് പെട്രോളിയം എന്നായിരുന്നു കമ്പനിയുടെ പേര്. ഈ കമ്പനി അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കമ്പനികളെയും കടത്തിവെട്ടുന്ന പ്രകടനമാണ് നടത്തിയത്. 1999 ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി അദ്ദേഹം സ്ഥാപിച്ചു. ഇതായിരുന്നു റിലയൻസിൻ്റെ അടുത്ത മൈൽ സ്റ്റോൺ. 2002 കൃഷ്ണ ഗോദാവരി ബേസിൽ 7 ട്രില്യൺ ക്യൂബിക് ഫീറ്റോളം നാച്ചുറൽ ഗ്യാസ് കണ്ടെത്തി. എന്നാൽ 2002 അദ്ദേഹത്തിന് വീണ്ടും സ്ട്രോക്ക് വരികയും ഒരാഴ്ചയോളം കോമയിലേക്ക് പോവുകയും ഇന്ത്യ ഒട്ടാകെ വിഷമത്തിലാക്കി 2002 ജൂലൈ 6 ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സാമ്രാജ്യം തീർത്ത, ഇന്ത്യക്കാർക്ക് സ്വപ്നങ്ങൾ കാണാൻ ബാങ്ക് ബാലൻസ് വേണ്ടെന്ന് പഠിപ്പിച്ച ധീരുഭായ് അംബാനി എന്ന അസാധാരണ മനുഷ്യനെ മരണം കീഴടക്കി. അപ്പോഴേക്കും റിലയൻസ് എന്ന വടവൃക്ഷം പടർന്നു പന്തലിച്ചിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക കരുത്താർജിച്ചിരുന്നു മുകേഷും അനിലും. അളവറ്റ സ്വത്ത് കുന്നുകൂടിയിട്ടും ബന്ധങ്ങളെക്കാൾ വലുത് പണമാണെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ചതും അംബാനി കുടുംബമാണ്. സമ്പത്ത് എത്ര കിട്ടിയാലും തികയില്ല എന്ന ഐറണിയും ഇന്ത്യക്ക് കാണേണ്ടി വന്നു. റിലയൻസ് 2 ആവുകയും മുകേഷ് അംബാനി അതിശക്തമായ കുതിപ്പ് തുടരുകയും അനിലിൻ്റെ കിതപ്പുമാണ് പിന്നീട് കണ്ടത്. 2010 ബ്രിട്ടീഷ് പെട്രോളിയവുമായി ചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ഡീൽ ഉണ്ടാക്കി. അതിനുശേഷമാണ് ജിയോയുടെ വരവ്. മറ്റ് കമ്പനികൾ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത മാർക്കറ്റാണ് ജിയോ ഒറ്റയടിക്ക് വിഴുങ്ങിയത്.
2019 ഡിസംബറിൽ ജിയോ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നെറ്റ്വർക്കായിരുന്നു. ഏകദേശം 41 കോടി സബ്സ്ക്രൈബേഴ്സാണ് ജിയോയ്ക്കുള്ളത്. 1977 100 രൂപയുടെ റിലയൻസ് ഷെയറിൻ്റെ മൂല്യം ഇന്ന് 2 ലക്ഷം രൂപയാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ 1960 ധീരുഭായ് അംബാനി എന്ന മനുഷ്യൻ കണ്ട അസാധാരണ സ്വപ്നങ്ങളും ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള അംബാനിമാരുടെ മിടുക്കുമാണ്. അതെ, റിലയൻസ് വളരുകയാണ്, ഇന്ത്യക്ക് മുകളിലായി. താങ്ക് യു ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ. Have to be bigger, our ambitions higher, our commitment deeper, and our efforts greater. This is my dream for Reliance.